പ്രേക്ഷക പ്രതികരണവുമായി ഓസ്ലർ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നു. ജീവിതത്തിലെ കനത്ത ദുരന്തത്തിനു ശേഷം വിഷാദരോഗവും ഉറക്കമില്ലായ്മയും പിടിപെട്ട ഉയർന്ന ഉദ്യോഗസ്ഥനായ നായകൻ തന്റെ പതിവ് മാനറിസങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും ജയറാം മുഴുവനായി മാറി നടന്നു. അത് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. തന്റെ കർമ്മനിരതമായ ജീവിതത്തിൽ നിന്ന് മാറി നടന്ന് ജീവിതത്തിലെ ദുരന്തത്തെ മറവിയിലേക്ക് വിടാതെ അയാൾ മുറുകെ പിടിക്കുന്നു. പക്ഷേ അയാളെ കർമ്മനിരതനാക്കാൻ നിർബന്ധിക്കുന്ന പ്രമാദമായ ഒരു കേസ് വരുന്നു. വളരെയധികം തവണ ലോകത്താകെയുള്ള കുറ്റാന്വേഷണ കഥകളും സിനിമകളും പിന്തുടർന്ന രീതി തന്നെയാണ് അബ്രഹാം ഓസ്ലർ സ്ക്രീനിൽ എത്തിക്കുന്നത്. പ്രിഡിക്റ്റബിളായ അതേസമയം ത്രില്ലർ എന്ന രീതിയിൽ ഇനി എന്ത് എന്ന ആകാംക്ഷ നിലനിർത്തുന്ന ഒരു സിനിമ എന്ന് പറയാം. സമകാലികമായി പുറത്തിറങ്ങുന്ന ത്രില്ലർ കൃതികളുടെയും സിനിമകളുടെയും എല്ലാം വാർപ്പ് മാതൃകകളെല്ലാം അബ്രഹാം ഓസ്ലർ പിന്തുടരുന്നുണ്ട്. സാങ്കേതികതയ്ക്കപ്പുറം പ്രധാന പ്ലോട്ടിലേക്ക് സിനിമ സഞ്ചരിക്കുന്നു. നായകന്റെ ബ്രില്യൻസ് അടക്കം ഇത്തരം സിനിമകൾക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ള ആമുഖമൊന്നും അബ്രഹാം ഓസ്ലറിനില്ല. വളരെ പെട്ടെന്ന് കഥയിലേക്ക് എത്തുകയും ആ കഥയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. റിലീസിന് മുൻപ് തന്നെ ഈ വർഷത്തെ മലയാളത്തിലെ ആദ്യത്തെ വലിയ റിലീസ് എന്ന രീതിയിൽ ഓസ്ലറിന് ചുറ്റും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രേക്ഷക പ്രതീക്ഷയ്ക്ക് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ മലയാള പോപ്പുലർ സാഹിത്യ മേഖലയിൽ വളരെ സജീവമായി നിന്ന ക്രൈം, സസ്പെൻസ്, ത്രില്ലർ ഗണത്തെ സിനിമയിലേക്ക് കൂടി പകർത്തിയവരിൽ മിഥുൻ മാനുവൽ തോമസിന് വലിയ പങ്കുണ്ട്. ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത അഞ്ചാം പാതിരയോടെയാണ് മലയാളത്തിൽ ആ ട്രെൻഡ് സിനിമയിൽ അദ്ദേഹം ഊട്ടിയുറപ്പിച്ചത്. അതിനെ പിൻപറ്റി നിരവധി ത്രില്ലർ പരീക്ഷണങ്ങൾ മലയാളത്തിലുണ്ടായി. അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ തിരക്കഥയിൽ പങ്കുചേർന്ന ഗരുഡനും ഫിനിക്സിനും ഒക്കെ ത്രില്ലർ സ്വഭാവമുണ്ടായിരുന്നു. മറ്റൊരു കാരണം ജയറാമിന്റെ മടങ്ങിവരവാണ്. വിന്റേജ് ജയറാം എന്ന് പറഞ്ഞു പോകുമ്പോഴും ജയറാം 80കളിലും 90കളിലും മലയാള പോപ്പുലർ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അത്രമാത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ്. പിന്നീട് 2010 ശേഷം മലയാളത്തിൽ അത്ര സജീവമായി ഹിറ്റുകൾ നിറഞ്ഞ കരിയർ ഉണ്ടായില്ലെങ്കിലും ഇതര ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം വ്യത്യസ്തമായ റോളുകൾ കൊണ്ട് നിറഞ്ഞു നിന്നു. ഓസ്ലറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മലയാള സിനിമ ഇപ്പോൾ അധികം ഉപയോഗിക്കാത്ത പ്രതിഭയുടെ തിരിച്ചുവരവ് തന്നെയായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. മറ്റൊരു കാരണം മമ്മൂട്ടിയുടെ അതിഥി വേഷമുണ്ടെന്ന ശക്തമായ ഊഹാപോഹമായിരുന്നു. സൂപ്പർ താരങ്ങളുടെ അതിഥി വേഷങ്ങൾ സിനിമയെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യും എന്ന് സമരൻ ബത്ലഹേമും നരസിംഹവും ഒക്കെ തെളിയിച്ചതാണ്. എന്തായാലും ഇതൊക്കെ അബ്രഹാം ഓസ്ലറിനെ റിലീസിന് മുന്നേ വലിയ ഹൈപ്പ് നൽകി. അതൊക്കെ കൊണ്ട് തിയേറ്ററുകളെ ആദ്യ ദിനം തന്നെ പോസിറ്റീവ് റെസ്പോൺസുകളാണ് ഓസ്ലറിനുള്ളത്. നഷ്ടങ്ങളെ കടന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഓസ്ലർ സ്വയം നഷ്ടപ്പെട്ട മനുഷ്യനാണ്. അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരേ ഒരു ഘടകമാണ്. തന്റെ അനുഭവ പരിചയം കൊണ്ട് ജയറാം വളരെ എളുപ്പത്തിൽ വിശ്വസനീയമായി ഓസ്ലർ എന്ന കഥാപാത്രമായി മാറി. തന്റെ പതിവ് മാനറിസങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും അദ്ദേഹം മുഴുവനായി മാറി നടന്നു. അത് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിനിമയെ പലയിടത്തും ലിഫ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഒപ്പം ജഗദീഷ്, അനശ്വര രാജൻ എന്നിവരുടെ ചെറുതെങ്കിലും സ്വന്തം സ്ക്രീൻ സ്പേസ് അറിഞ്ഞുകൊണ്ടുള്ള പ്രകടനവും എടുത്തു പറയണം. സായ് കുമാർ, സൈജു കുറുപ്പ്, സെന്തിൽ, ദിലീഷ് പോത്തൻ, അർജുൻ അശോകൻ, കുമരകം രഘുനാഥ്, അഞ്ജു കുര്യൻ തുടങ്ങിയ വലിയ താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. മിഥുൻ മുകുന്ദന്റെ പശ്ചാത്തല സംഗീതവും തേനി ഈശ്വറിന്റെ ക്യാമറയും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും ഒക്കെ സ്ഥിരം ക്രൈം ത്രില്ലർ സ്വഭാവത്തെ പിൻപറ്റി സിനിമയുടെ ആസ്വാദനത്തെ സഹായിക്കുന്നുണ്ട്. അബ്രഹാം ഓസ്ലറിന്റെ തിരക്കഥ ഡോക്ടർ രൺധീർ കൃഷ്ണന്റേതാണ്. ഒരു മെഡിക്കൽ ത്രില്ലർ ആയതുകൊണ്ടാവും കൃത്യമായി ഒരു ഡോക്ടറുടെ സാന്നിധ്യം എഴുത്തിലും സംഭവങ്ങളിലും പ്രകടമാണ്. വളരെ ആഴത്തിലുള്ള മെഡിക്കൽ പ്രൊസീജിയറുകൾ സിനിമയിലുണ്ട്. കഥാഗതിയുടെ മുന്നോട്ടുള്ള പോക്കിൽ മെഡിക്കൽ ടേമുകൾക്കും അതിസാങ്കേതികതകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിന് അത് അനിവാര്യവുമാണ്. മിഥുൻ മുൻപ് സംവിധാനം ചെയ്ത അഞ്ചാം പാതിരയിലും തിരക്കഥ എഴുതിയ ഗരുഡനിലുമൊക്കെ ഇതുണ്ടായിരുന്നു. ഓസ്ലറിൽ പലപ്പോഴും അതിന്റെ ഡോസ് ഇത്തിരി കൂടുതലായതുപോലെ തോന്നി. പലപ്പോഴും സാധാരണ പ്രേക്ഷകർക്ക് ആ വാക്കുകൾ ചില സുപ്രധാന സംഭവങ്ങൾ പിന്തുടരാൻ ബുദ്ധിമുട്ടാവാം. ത്രില്ലർ സിനിമകളുടെ സ്ഥിരം വേഗത മനഃപൂർവ്വം തന്നെ കുറിച്ചിട്ടുണ്ട് സിനിമയിൽ. അർജുൻ അശോകന്റെ കഥാപാത്രം അഞ്ചാം പാതിരയിലെ ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ചു. ഹീറോ ആന്റി ഹീറോ സംഭാഷണങ്ങളൊക്കെ ആ സ്വഭാവത്തെ പിന്തുടരുന്നുവെന്ന് പറയാം. കാവ്യാത്മകമായ പ്രതികാരം അഞ്ചാം പാതിരയുടെ മറ്റൊരു തുടർച്ചയായി തോന്നി. ഷേക്സ്പിയറുടെ ജൂലിയസ് സീസറിലെ വരികളായിരുന്നു അഞ്ചാം പാതിരയിൽ ക്രൈമിലേക്ക് എത്തിച്ചത്. ഇവിടെ അത് മരണത്തെയും മൃതശരീരത്തെയും കുറിച്ചുള്ള പുരാതന ലാറ്റിൻ മെഡിക്കൽ വാചകങ്ങളാണ്. മൃതശരീരം, മരണം, ഡെഡ് മാൻ വാക്കിംഗ്, ഓർമ്മ നഷ്ടപ്പെട്ട മരണം, മരണപ്പെട്ടവരെ തേടിയുള്ള അന്വേഷണം, കെടാവർ തുടങ്ങിയ മരണത്തിന്റെ പല നിലയ്ക്കുള്ള സ്വാധീനത്തിലാണ് സിനിമ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഓസ്ലർ എന്ന സിനിമയുടെ പ്രധാന തീം എന്ന് പറയാം.